നമുക്ക് ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്ന് നോക്കാം. ഗ്രാം അറ്റോമിക് മാസ് അതായത് സാധാരണഗതിയിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട് 1 gram atom of sodium, 1 gram atom of hydrogen, 1 gram atom of oxygen. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുക. അപ്പോൾ നമുക്ക് ഇവിടെ പലപ്പോഴും കൺഫ്യൂഷൻ ആകാറുണ്ട് എന്താണ് 1 gram atom എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 1 gram atom അത് അല്ലെങ്കിൽ gram atomic mass എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 mole atom, അതായത് it is the mass of 6.022 into 10⁻23 atoms. അത് അല്ലെങ്കിൽ it is the mass of 1 mole atom that is expressed in grams. അതായത് ഒരു മോൾ ആറ്റം നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതായത് മാസ് ഓഫ് 1 മോൾ ആറ്റം ഓർ മാസ് ഓഫ് Avogadro number 6.022 into 10⁻23 atoms that is expressed in grams, that is known as gram atomic mass or 1 gram atom എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ സോഡിയം അതായത് 1 gram atom of sodium 1 gram atom of sodium എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് 1 gram atom of sodium എന്ന് പറഞ്ഞാൽ ഗ്രാം ആറ്റം അതല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് അതായത് 1 gram atom of sodium the meaning എന്ന് പറയുന്നത് that is equal to എന്താണ് 23 gram ആണ്. 23 gram ഇതിൻ്റെ അർത്ഥം എന്താണ് ഒരു മോള് സോഡിയം ആറ്റത്തിൻ്റെ മാസാണ് 23. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ മാസാണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 23 gram ആണ്. അതേപോലെ തന്നെ അപ്പം നമുക്കിവിടെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഗ്രാം അറ്റോമിക് മാസ് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 16 gram ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ് 1 gram ആറ്റം ഓഫ് ഓക്സിജൻ എന്നാണ്. അതല്ലെങ്കിൽ ഒരു മോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസാണ് 16 gram എന്ന് വെച്ചാൽ ഈ 16 gram എന്തിൻ്റെ മാസാണ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും അതിൽ. അപ്പം മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് സൾഫർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 32 gram ആണ്. 32 gram ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം ഒരു മോള് സൾഫർ അതായത് അവഗാഡ്രോ നമ്പർ ഓഫ് സൾഫർ ആറ്റം അതിൻ്റെ മാസ് 32 എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 gram ആറ്റം എന്ന് പറയുന്ന ടേം എന്താണ് 1 gram ആറ്റം ഓഫ് സൾഫർ 1 gram ആറ്റം ഓഫ് ഓക്സിജൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മാസ് നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് ഒരു മോൾ ആറ്റത്തിൻ്റെ മാസാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മോൾ ആറ്റം എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ മാസാണ് നമ്മൾ 16 gram എന്ന് പറഞ്ഞാൽ ഈ 16 ഗ്രാമിൽ എത്ര ആറ്റംസ് ഓഫ് ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 ആറ്റംസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. 32 ഗ്രാമിലെ 6.022 into 10⁻23 ആറ്റംസ് ഓഫ് സൾഫർ ഉണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1 gram ആറ്റം എന്ന് പറയാം. ദാറ്റ് ഈസ് 1 gram ആറ്റം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 mole ആറ്റം. ഇറ്റ് ഈസ് എ മാസ് ഓഫ് 1 mole ആറ്റം. ഒരു മോൾ ആറ്റത്തിൻ്റെ മാസാണ് 1 mole ആറ്റം മാസ് ഓഫ് 1 mole ആറ്റം. ഓർ വി ക്യാൻ റൈറ്റ് മാസ് ഓഫ് 1 mole ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഒരു മോളിൽ 6.022 into 10⁻23 ആറ്റംസിൻ്റെ മാസാണ്. ഇതാണ് നമുക്ക് എഴുതാൻ കഴിയുക. ഇവിടെ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഗ്രാം അറ്റോമിക് മാസ് അതായത് മാസ് ഓഫ് എൻ എലമെന്റ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മ വരുന്നത് ഒരു മോൾ ആറ്റത്തിൻ്റെ മാസ്
അതായത് 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് അതിൻ്റെ മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 16 gram ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ, 23 gram ഇൻ ദ കേസ് ഓഫ് സോഡിയം. ഇതിനെയാണ് നമ്മുടെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആറ്റംസ് അതല്ലെങ്കിൽ 2 or more ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മോളിക്യൂൾസിൻ്റെ മാസ് എക്സ്പ്രസ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. അതായത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ 12 is taken as the standard. അതായത് റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ് നമ്മൾ പറയുന്നത്. ഇത് റിലേറ്റീവ് മോളിക്കുലാർ മാസ് ആണ്. അതായത് ഒരു മോളിക്യൂൾസിലുള്ള ആറ്റത്തിൻ്റെ നമ്മുടെ ആവറേജ് അറ്റോമിക് മാസ് നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ AMU എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ മാസിനെ നമ്മൾ മാസ് എന്ന് പറയുന്നത് 44U ആണ്. 44U, ഇറ്റ് ഈസ് യൂണിഫൈഡ് മാസ്. 44U എന്ന് പറഞ്ഞാൽ ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹെവിയർ ദാൻ 1/12 മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഇതാണ് നമ്മൾ റിലേറ്റീവ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് മോളിക്കുലാർ മാസിനെ എക്സ്പ്രസ് ചെയ്യാം. അനദർ എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ നമുക്കറിയാം മോളിക്യൂളാണ് വാട്ടർ. സോ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് നമുക്കറിയാം. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1 ആണ്. 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 2 × 1 അറ്റോമിക് മാസ് ആണെങ്കിൽ പ്ലസ് ഓക്സിജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ്. സോ 1 × 16 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18U ആണ്. 18U എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതായത് വാട്ടറിൻ്റെ മാസ് എന്ന് പറയുന്നത് 18 ടൈംസ് ഹെവിയർ ദാൻ 1/12 മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് ആണ്. ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഹൗ മെനി ടൈംസ് ഒരു മോളിക്യൂൾസിൻ്റെ മാസ് ഹൗ മെനി ടൈംസ് ഹെവിയർ ദാൻ ദ മാസ് ഓഫ് 1/12 മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് ആണ് മോളിക്കുലാർ മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പറയുന്നത്. ഇനി നമുക്ക് മോളിക്കുലാർ മാസിനെ നമ്മൾ എങ്ങനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഗ്രാം മോളിക്കുലാർ മാസ്. അതല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയാം ഗ്രാം മോൾ. അപ്പോൾ ഗ്രാം മോൾ എന്താണ്, അതല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്താണ്? ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം അറ്റോമിക് മാസ് സമ്മ് ചെയ്തിട്ടാണ് നമ്മൾ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്താണ്? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് പോലെ നമുക്കിവിടെ മോളിക്യൂൾ എന്ന ടേമാണ് ഇവിടെ ഉള്ളത്. അതല്ലെങ്കിൽ ഗ്രാം മോൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഒരു മോള് മോളിക്യൂളിൻ്റെ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് മാസ് ഓഫ് ദ മോളിക്യൂൾ എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 mole മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് molecular mass of CaCO3 calcium carbonate that is equal to എന്താണ് ഇതിൻ്റെ മോളിക്കുലാർ മാസ് നമുക്കറിയാം that is 100 ആണ്. സോ 100 gram ആണ്. 100 gram. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 100 gram എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ആറ്റംസ് ഉണ്ടാകും? 1 mole ആറ്റംസിൻ്റെ മാസാണിത്. 1 mole ആറ്റംസ് എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണിത്. ഈ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ മാസാണ് 100 gram. അപ്പോൾ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോൾ ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ 100 gram എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 44 gram. ഇതിൻ്റെ മീനിങ് എന്താണ്?
44 gram എന്ന് പറഞ്ഞാൽ എത്ര അവഗാഡോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? അതായത് 6.022 into 10⁻23 ആറ്റം മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസാണ് 44 gram. ഇതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. gram molecular mass it is the mass of 1 mole of molecule of the substance. അപ്പോൾ ഒരു മോൾ മോളിക്യൂൾ അല്ലെങ്കിൽ അവഗാഡോ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ മാസിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ജനറലൈസ് ചെയ്ത് പറയാം. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 gram മോൾ. ശ്രദ്ധിക്കണം, 1 gram മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോൾ മോളിക്യൂളിന്റെ മാസ് 1 gram മോൾ. അപ്പോൾ അതാണ് ഗ്രാം മോളിക്കുലാർ മാസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? അവഗാഡോ നമ്പർ ഓഫ്, അതായത് ഒരു മോൾ മോളിക്യൂളാണ്, 1 മോൾ മോളിക്യൂളാണ്. ഇവിടെ ആറ്റ അല്ല, മോളിക്യൂളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളാണ്? 6.022 into 10⁻23 മോളിക്യൂളാണ്. 10⁻23 മോളിക്യൂൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ ആണ്. ഗ്രാം മോളിക്കുലാർ മാസ് അതല്ലെങ്കിൽ നമുക്ക് 1 gram മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 മോൾ മോളിക്യൂൾ ഓർ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് അവഗാഡോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, മോളിക്യൂൾ. നെക്സ്റ്റ് ആണ് ഫോർമുല മാസ്, ഗ്രാം ഫോർമുല മാസ്. അതായത് ഫോർമുല മാസ് എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുക അയോണിക് കോമ്പൗണ്ടിലാണ്. അയോൺസ് ഉള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, അത് അയോണിക് കോമ്പൗണ്ട് ആണ്. Na+ഉം അതേപോലെ Cl- കമ്പൈൻ ചെയ്തിട്ട് ഫോർമുല കൂടി ചേർന്നിട്ട് ഒരു സോഡിയം ക്ലോറൈഡ് മോളിക്യൂള് ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗ്രാം ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിളാണ്. ഒരു ഫോർമുല യൂണിറ്റിന്റെ മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് എന്താണ് ഗ്രാം ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 6.022 into 10⁻23 ഫോർമുല യൂണിറ്റ് ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഇതിനെയാണ് നമ്മൾ ഫോർമുല മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു അയോണിക് കോമ്പൗണ്ട് കേസിൽ നമുക്ക് അവഗാഡോ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഗ്രാം ഫോർമുല മാസ് എന്ന് പറയുന്നത്. ഗ്രാം ഫോർമുല മാസ് ഓഫ് CaCl2 കാൽഷ്യം ക്ലോറൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 101 gram, 111 gram ആണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മോള് Ca2+, ഇവിടെയുള്ള അയോൺസ് ഏതൊക്കെയാണ്? Ca2+ ആൻഡ് Cl-, 2Cl- ആണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 1 mole ഓഫ് Ca2+ കമ്പൈൻ ചെയ്യുന്നു വിത്ത് 2 moles ഓഫ് Cl-. അപ്പം 1 mole Ca2+ ൻ്റെ മാസ് പ്ലസ് എന്താണ് 2 mole Cl- മാസ് കമ്പൈൻ ചെയ്തിട്ട് 11 gram എന്ന് പറയാം, 111 gram. അതായത് Ca2+ നമുക്കറിയാം 40 ആണ് Ca2+ന്റെ അറ്റോമിക് മാസ്, Cl- ആണെങ്കിൽ 35.5 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 111 gram ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു അയോണിക് കോമ്പൗണ്ടിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഗ്രാം ഫോർമുല മാസിലാണ്.